അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ പച്ചക്കറി കൃഷിയുടെ പച്ചക്കറി കൃഷി വിളവെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൃഷി ഞാൻ കാണിക്കാൻ പോകുന്നതാണേ. ഇത് വഴുതനങ്ങേൻ്റെ വിളവെടുത്തതാണ്. അപ്പോൾ പച്ചക്കറി കൃഷി ഞാൻ കാണിക്കാം. അപ്പോൾ ഇതെൻ്റെ മുളക് കൃഷിയാണ് കേട്ടോ. മുളക് നല്ല പിടുത്തലുള്ള മുളകാണ്. ഭയങ്കര എരിവാണ് ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈ തന്നതാണ്. വൈനി തൈയും മുളക് തൈയും എല്ലാം കൃഷിഭവനിൽ നിന്നാണ് തന്നത്. അപ്പോൾ നല്ല പിടുത്തമുണ്ട് മുളകിന്. മുളക് ഇങ്ങനെ കുറച്ച് മുളകും പിന്നെ വഴുതനയും തക്കാളിയും ഇതെല്ലാമാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതെൻ്റെ ഒരു പ്രധാന ഒരു തൊഴിലാണത്. അപ്പോൾ ഇത് വഴുതനയാണ്. വഴുതന ഞാൻ കുറേ പറിച്ചു. വഴുതന ഈ പ്രാവശ്യം എന്തോ ഒരു പുഴുവിൻ്റെ ശല്യം ഭയങ്കര ഉണ്ട്. അപ്പം മാവിനും എല്ലാം പുഴുവാ നിൽക്കല്ലോ. അപ്പോൾ ഇനി അങ്ങനെ കീടനാശിനിയൊന്നും അടിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഞാനതൊന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ പുഴു വന്ന് ഉണങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വഴുതന. പിന്നെയെന്ന് പറഞ്ഞാൽ തക്കാളി കൃഷി ഞാൻ കൊല്ലത്തിലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവർ തൈ തന്നതാണ്. ഞാൻ തന്നെ വായി പൊടിപ്പിച്ചിട്ടാണ് കൃഷി ചെയ്യൽ. ഇക്കൊല്ലം എനിക്ക് കൃഷിഭവനിൽ നിന്ന് തൈ തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം, മറ്റു സമയത്തൊന്നും എനിക്ക് ആവില്ല, കുറച്ച് കഴിഞ്ഞാലേ വിളവെടുക്കാനാവുള്ളൂ. അപ്പോൾ നല്ല തക്കാളിയാണ്, നല്ല കായ് പിടുത്തലുണ്ട്. പക്ഷേ ഇതിനൊരു വാട്ടം. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു സന്തോഷമാണ്. ഇങ്ങനെ പക്ഷേ ഇതിൻ്റെ ഒരു രോഗം അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ്സിന് പോയിരുന്നു. അപ്പോൾ ഈ ഒരു സൈസ് തക്കാളി നമ്മളെ മണ്ണിൽ അങ്ങനെ ശരിയാവില്ല എന്നാണ് ആ ക്ലാസ്സിൽ അവർ പറഞ്ഞത്. അപ്പോൾ 2-3 തരം തക്കാളി കാണിച്ചിന്. ഇതൊരു ഉയരം വെക്കുന്ന തക്കാളി. ഇത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് ഓരോരാൾ ഇറക്കി കൊടുക്കുന്നതല്ലേ, അവർ എങ്ങനെയുള്ളതെല്ലാം കൊണ്ടുവരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാം കണ്ട ഈ വാട്ടം, എത്ര നല്ല വെള്ളം നനച്ചിട്ടും ഇതിനെല്ലാം വാട്ടം വന്നുപോയി. അപ്പോൾ അതെനിക്കൊരു വലിയ പരാജയം പറ്റി. അപ്പം മുളകിൽ നല്ല മേനി കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ തക്കാളി ഇങ്ങനെയല്ലാന്നുള്ളത്. അപ്പോൾ അത് വഴുതനയാണ്. അത് വയലറ്റ് വഴുതനയുണ്ട്, വെള്ള വഴുതനയുണ്ട്. ഒരുപാട് വിളവ് കിട്ടി എനിക്ക്. ചീരയും ഇങ്ങനെയെല്ലാം കിട്ടി. ഇത് പാവൽ എന്ന് പറയുന്നത് ഞാൻ തന്നെ സ്വന്തം കുരുവെടുത്തിട്ട് പാവി പൊടിപ്പിച്ചിട്ട് നട്ടതാണ്. ഇത് കൃഷിഭവനിൽ തന്നതൊന്നുമല്ല. ഇതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 1-2 ചെറുമാതിരി ആയിനേ ഉള്ളൂ. ഇതിനെല്ലാം പന്തലെല്ലാം ഇട്ടിട്ട് അങ്ങനെ പടന്ന് പോകുന്നേ ഉള്ളൂ. ഇത് ചിലപ്പോൾ നല്ല ഇതാവും. നമ്മളെ നാട്ടിൽ തന്നെ ആക്കിയതായതുകൊണ്ട് എപ്പോഴും നല്ല വിളവെല്ലാം കിട്ടലുണ്ട്. അപ്പോൾ കുറച്ച് ഇത് കഴിയുമ്പോഴേക്കും ഞാൻ വേറെ സ്ഥലത്ത് ആക്കുന്നുണ്ട്. അതിങ്ങനെ പൊടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പച്ചക്കറി കൃഷി. ഇതിന് വാട്ടം വന്നിട്ടില്ലെങ്കിണ്ടല്ലോ, നല്ല ഒരുപടി വിളവ് കിട്ടുന്ന തക്കാളിയാണ് ഇത്. പക്ഷെ നമ്മളെ മണ്ണിൽ ഇതിൻ്റെ തണ്ടിന് വെള്ളം എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ചൂടും, നമ്മളെ മണ്ണിൽ ഭയങ്കര ഒരു മാറ്റം മണ്ണല്ലേ. അപ്പോൾ പൂഴി പോലത്തെ സ്ഥലത്തെങ്ങാനും കൃഷി ചെയ്യുന്നതായിരിക്കും ഇത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ മുളക് എനിക്ക് ഇങ്ങനെ അത് ഒരിക്കലും അങ്ങനെ ആകലില്ല. ഇപ്രാവശ്യം എനിക്ക് നല്ല മുളകാണ്. മുളക് ഞാൻ ഒരു 2 മുളകേ വേണ്ടു. അപ്പോഴൊക്കെ തന്നെ ഭയങ്കര കടുപ്പാണ്, എരു. 2 മുളക് നമുക്ക് അതിൻ്റെ അടിയിൽ തികച്ച മുളകാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം.